എന്ത് വേണം? വി നീഡ് എ ബാലൻസ്ഡ് ഫുഡ്. ബാലൻസ്ഡ് ഫുഡ് എന്നത് പാശ്ചാത്യ കൺസെപ്റ്റിലുള്ള ഇത്ര പ്രോട്ടീൻ, ഇത്ര സ്റ്റാർച്ച് എന്ന ഇത്ര ഇന്ന വിറ്റമിനുകൾ ഇത്ര എന്ന് പറയുന്ന 23 അവശ്യ പോഷകങ്ങൾ അടങ്ങിയത് എന്ന് പരസ്യക്കാരൻ പറയുന്ന വിഡ്ഢിത്തമല്ല. കാരണം അതറിയുന്നത് ഹാനിമാന് മാത്രമാണ്, അഥവാ ഭാരതീയ ശാസ്ത്രന്മാർക്കാണ്, ചരകനും സുശ്രുതനുമാണ്. മജ്ജയിൽ കാൽഷ്യം വേണമെങ്കിൽ, സുസ്ഥിരമാവണമെങ്കിൽ, അസ്വസ്ഥമാവാൻ, സ്വാസ്ഥ്യം എന്നത് എന്താണ്? ആയുർവേദം ഒരിക്കലും രോഗം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ആരോഗ്യം എന്നത് താൽക്കാലിക അവസ്ഥയാണ്. ശരിയായ അവസ്ഥ സ്വാസ്ഥ്യമാണ്, സ്വസ്ഥതയാണ് നമുക്ക് ആവശ്യം. അതിന് മനസ്സും ശരീരവും ബാലൻസ്ഡ് ആയിരിക്കണം. എ ബാലൻസ്ഡ് മൈൻഡ് ഇൻ എ ബാലൻസ്ഡ് ബോഡി. ബോഡി ബാലൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം ബോഡി ബാലൻസ്ഡ് ആയിരിക്കണം. ഇംബാലൻസ് സർവത്ര വന്നിരിക്കുന്നു നമുക്ക്. ഈ ഇംബാലൻസ് രക്ഷപ്പെടണമെങ്കിൽ, സന്തുലിതമായ ശരീരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം. എങ്ങനെയാണ് ബാലൻസ്ഡ് ഫുഡ് ഉണ്ടാവുക? അത് ഒരു ബാലൻസ്ഡ് പ്ലാന്റിനെ കിട്ടും. ബാലൻസ്ഡ് പ്ലാന്റ് വേണം. ഒരു നെൽച്ചെടിക്ക് ധാരാളം യൂറിയ ഉപയോഗിച്ച് പോയാൽ, അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ചാൽ, നൈട്രജൻ എക്സസ് വന്നു പോയാൽ ആ ചെടി ബാലൻസ്ഡ് അല്ല, അത് വീഴും, ചെടി വീണുപോകും. വീണ് പോകാതിരിക്കാൻ നാം കണ്ടുപിടിച്ച വിദ്യ ചെടിയുടെ ഉയരം കുറക്കുക എന്നതാണ്. ഡ്വാർഫ് സൈസ് നെല്ല് കൃഷി ചെയ്യുക, ഇതാണ് സൂത്രപ്പണി. ഇംബാലൻസ്ഡ് ഉള്ള പ്ലാന്റിനെ ഇംബാലൻസ് മാറ്റുന്നതിനെ പറ്റിയല്ലേ ചിന്തിച്ചു. ഒരു വാഴപ്പോളയിൽ നാരില്ലെങ്കിൽ വാഴ മറിഞ്ഞു വീഴും, പൊടിയും. നമ്മൾ ഉടനെ ചെയ്യുന്ന വാഴക്ക് ഒരു ഊന്ന് കൊടുക്കുക എന്നുള്ള മെക്കാനിക്കൽ സൊല്യൂഷനാണ് നമ്മൾ കണ്ടത്. ഏതെല്ലാം നോട്ട് ബയോളജിക്കൽ സൊല്യൂഷൻ. ഒരു ബയോളജിക്കൽ പ്രോബ്ലം നമുക്ക് വന്നപ്പോൾ നാം കണ്ട ഉത്തരം ഒരു മെക്കാനിക്കൽ സൊല്യൂഷൻ, ഒരു ഊന്ന് കൊടുക്കുക. ഒരു ഊന്ന് പോരെങ്കിലോ 2 ഊന്ന് കത്രിക പോട്ടായിട്ട് കൊടുക്കുക. അതും മതിയാവാതെ വന്നാലോ 3 ഭാഗത്തേക്കും കയറിട്ട് കെട്ടുക. അതും മതിയാവാതെ വന്നാൽ 14 ഗേജ് കമ്പി ഇട്ടിട്ട് വയനാട്ടുകാർ ചെയ്യുമ്പോൾ മേലെ കൂടി കമ്പി ഇട്ടിട്ട് കമ്പി കിട്ടുക. ഇനി എന്ത് ചെയ്യും? വാഴപ്പോളയിൽ നാരില്ല. സെല്ലുലോസ് ഇല്ലാത്ത വാഴപ്പോള കഴിച്ച്, വാഴക്ക കഴിച്ച് സെല്ലുലോസ് നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ വാഴയ്ക്കകത്ത് തണ്ടുതുരപ്പൻ പുഴു വരും, ടെമ്പോറോ വണ്ട് വന്നിരിക്കും. കാരണം വാഴപ്പോളയിൽ നാരില്ല, സുഖമായിട്ട് പെട്ടെന്ന് കയറാം. തടിതുരപ്പൻ പുഴു വന്നേ പറ്റൂ, ടെമ്പോറോ വണ്ട് ഉണ്ടായിരിക്കണം. ഈ പഴം കഴിച്ചിട്ട് ശരീരത്തിൽ സെല്ലുലോസ് കുറഞ്ഞ ശരീരത്തിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വന്നാൽ സെല്ലുലോസ് കുറവാണ്. അതുകൊണ്ട് അത് ഫാറ്റ് വെച്ച് മേക്കപ്പ് ചെയ്യും. ഫാറ്റ് വെച്ച് മേക്കപ്പ് ചെയ്താൽ ഇൻസുലിന് കോശങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് വരും. അപ്പോൾ നാം കാണുന്നത് എന്താണ്? കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക, പെർമനന്റ് ആയിട്ട് സ്ഥിരം. ഒരു രോഗിയെ സ്ഥിരമായി കിട്ടി. ഇതാണ് നമ്മൾ കാണുന്ന വഴി. അപ്പോൾ വാഴക്ക് പറ്റിയ ഇംബാലൻസ്ഡ് ആയ ഒരു വാഴ എങ്ങനെ ഉണ്ടായി? ഇംബാലൻസ്ഡ് ആയ നെൽച്ചെടി എങ്ങനെ ഉണ്ടായി? എന്തിനാണ് ഡ്വാർഫ് സൈസ് നെല്ല് കൃഷി ചെയ്ത്? കൃഷിശാസ്ത്രജ്ഞന്മാർ ആരോഗ്യശാസ്ത്രന്മാരല്ലാത്തതുകൊണ്ട്. അഥവാ തിരിച്ച് ആരോഗ്യശാസ്ത്രന്മാർ കൃഷിശാസ്ത്രന്മാരായില്ല. അതൊക്കെ കൃഷി വകുപ്പിന് വിട്ടുകൊടുത്തു. ഡക്കാർത്തിയൻ തിയറി, പാശ്ചാത്യമായ കൺസെപ്റ്റ് എല്ലാ രംഗത്തും നമ്മൾ അപ്ലൈ ചെയ്തു. എനി സയൻസ് ഫ്രാഗ്മെന്റഡ് ഈസ് നോട്ട് എ സയൻസ് എന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞ് നമ്മൾ ഉൾക്കൊണ്ടില്ല. ശകലിതമായ അറിവ്, ഏത് അറിവായാലും വേണ്ട ശാസ്ത്രമല്ല. ഒരറിവ് എപ്പോഴാണ് സമഗ്രമായി തീരുന്നത്, ശാസ്ത്രമായി തീരുന്നത്? അത് സമഗ്രമായി തീരുമ്പോഴാണ്.
പല്ല് ഡോക്ടർക്ക് പല്ലിനെ പറ്റി അറിയാം, പക്ഷേ ഈ വിദ്വാന് ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ പറ്റി അറിയില്ലെങ്കിൽ, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അമ്മയുടെ ശരീരത്തിൽ നിന്ന് കാൽഷ്യവും ഫോസ്ഫറസും പിൻവലിക്കും. കുഞ്ഞിന് എല്ല് വളരണം. അമ്മയുടെ ഭക്ഷണത്തിൽ ഇതില്ലെങ്കിൽ, കാൽഷ്യവും ഫോസ്ഫറസും ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും അമ്മയ്ക്ക് അസിഡിറ്റി വരും. അസിഡിറ്റി വന്നാൽ അമ്മ പിത്തവെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങും. രണ്ട് കാരണം കൊണ്ടാണല്ലോ ഛർദ്ദി ഉണ്ടാവുക. കുട്ടിയുടെ നിലനിൽപ്പിന് ഹാനികരമായി എന്തൊക്കെ അമ്മയുടെ ശരീരത്തിലുണ്ടോ അത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ഛർദ്ദിച്ച് കളയുക, അല്ലെങ്കിൽ ഗർഭം കളയുക. രണ്ടു വഴിയേ ഉള്ളൂ. അബോർഷൻ. കാരണം കുട്ടിക്ക് നിലനിൽക്കാൻ മാത്രം അമ്മയുടെ ഗർഭാശയം സുരക്ഷിതമല്ല. അപ്പോൾ ഗർഭം പോവുക. അതല്ലെങ്കിൽ വഴി ഇത് മുഴുവൻ ഛർദ്ദിച്ചോ വയറിളക്കിയിട്ടോ പോവുക. രണ്ടു വഴിയേ ഉള്ളൂ പ്രകൃതിക്ക്. അതിന് സൂത്രപ്പണികളില്ല, കുറുക്ക് വഴികളില്ല, നേരായ മാർഗമാണ്. അപ്പൊ അമ്മയ്ക്ക് ഭക്ഷണത്തിൽ കാൽഷ്യം ഇല്ല, ഫോസ്ഫറസ് ഇല്ല, അതൊന്നും കഴിക്കില്ല. നേരെ മറിച്ച് ഇലക്കറികളൊന്നും കഴിക്കുന്നില്ല, മുരിങ്ങയിലും തൊടില്ല. ആ അവസ്ഥയിൽ കാൽഷ്യവും ഫോസ്ഫറസും കുറഞ്ഞു പോയാൽ ഛർദി ഉണ്ടാവും. മാത്രമല്ല, ഛർദിച്ച് പിത്തം കളയുന്നതിന് കൂടെ വേണ്ടത്ര കാൽഷ്യം കിട്ടാൻ വേണ്ടി അമ്മയുടെ പല്ലിൽ നിന്ന് പിൻവലിക്കും, എല്ലിൽ നിന്ന് പിൻവലിക്കില്ല. എല്ലിൽ നിന്ന് പിൻവലിച്ചാൽ പ്രസവിക്കുന്നവരെ അമ്മ ജീവനോടെ ബാക്കി ഉണ്ടാവില്ല. ആ ബുദ്ധിയുടെ ഹൈപ്പോതലമസിന് പറ്റില്ല. അങ്ങനെ ബുദ്ധിയുടെ അത് കാണിക്കില്ല. വളരെ കൃത്യമാണ് കണക്ക്. അതുകൊണ്ട് പല്ലിൽ നിന്ന് പിൻവലിക്കും, പല്ല് വേദന വരും. നിങ്ങൾ നേരെ പല്ല് ഡോക്ടർക്ക് പോകും. പല്ല് ഡോക്ടർ എന്തെങ്കിലും അനാർജറ്റിക്കായ ഗുളിക തരും. വേദനകൾ അറിയാൻ വേണ്ടി വേദനാ സംഹാരി എന്തെങ്കിലും തരും. പല്ല് വേദന നിങ്ങൾ അറിയാതിരിക്കും. വേദന ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, വേദന അറിയാതിരിക്കുകയാണ്. തലച്ചോറിലേക്കുള്ള സംവേദന നാഡികളെ മരവിപ്പിച്ച് വേദന അറിയാതിരിക്കും. ഇത് കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും അറിയാലോ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ കണ്ണടയും കൊണ്ട് വരും. കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓപ്റ്റിക്കൽ നെർവുകളെയാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ സംവേദനം ആവശ്യമുള്ള നാഡി കണ്ണും തലച്ചോറിലേക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ സന്ദേശമുണ്ട്, അത് ഞാൻ ബാധിക്കുക. അപ്പൊ ജനിച്ചു വരുമ്പോൾ തന്നെ കുട്ടി കണ്ണടയും കൊണ്ട് വരും. അതിനും കണ്ടുപിടിച്ച വിദ്യ എന്നറിയോ? കുട്ടി അപാര ബുദ്ധിജീവിയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ വലിയ വെള്ളെടുത്ത് കണ്ണടച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ വിജ്ഞാനത്തെ പൊല്യൂട്ട് ചെയ്യുക? നമ്മൾക്ക് അന്തരീക്ഷ മലിനീകരണം അറിയാം, ജലമലിനീകരണം അറിയാം, ഭക്ഷണ മലിനീകരണം അറിയാം. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒന്നുണ്ട്, നമ്മളെ അറിവുകളുടെ മലിനീകരണം. ബേസിക് കൺസെപ്റ്റ് ഈസ് പൊല്യൂട്ടഡ് എല്ലാ രംഗത്തും. ആ ബേസിക് കൺസെപ്റ്റ് തന്നെ പൊല്യൂട്ടഡ് ആയാൽ നമുക്ക് വിട്ടിത്തം പറ്റും. വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻ വേണം. ടെക്സ്റ്റിൽ ഒറ്റ വാക്യം ചേർത്താൽ മതി. ഹോർലിക്സ് കമ്പനിക്കാരന് സുഖമായിട്ട് വെക്കാം. വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻ വേണം. ഇതാ പ്രോട്ടീൻ ഞങ്ങൾ തരുന്നു. പ്രോട്ടീൻ്റെ ചിത്രം കൂടി ചെയ്താലോ? ഇറച്ചി, മത്സ്യം, മാംസം, മുട്ട, 4 വെച്ച ചിത്രം 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ വന്നാലോ? കുട്ടികൾ ചെറുപ്പത്തിലേ ധരിക്കുന്നു പ്രോട്ടീൻ കിട്ടാവുന്ന ഭക്ഷണം ഇതാണ്, ഇതാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് ധരിച്ചു വെക്കുന്നു. ധരിച്ചു വെച്ചാൽ അതിൽ അവസാനത്തെ വാക്യം നമ്മളെ ശ്രദ്ധയിൽ പെടുകയില്ല. വളരുന്ന പ്രായത്തിൽ പ്രോട്ടീൻ വേണമെന്നുള്ള നേരത്ത് പ്രോട്ടീൻ്റെ ഫുഡിനെ പറ്റിയൊക്കെ പറഞ്ഞ അവസാന ഒരു വാക്യമുണ്ട്, പയറുവർഗ്ഗങ്ങളിലും ഇതുണ്ട്. ആ വാക്യം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല. അഥവാ അത് പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല. ചോദ്യം വരുന്നത് മുഴുവൻ മറ്റതായിരിക്കും. കുട്ടികളുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത് അതാണ്. എങ്ങനെയാണ് മെന്റൽ പൊല്യൂഷൻ സാധിക്കുക? അതിങ്ങനെയായിരിക്കും. വാഴപ്പഴത്തിൽ വേണ്ടത്ര എല്ലാ പോഷകാംശം ഉണ്ടെന്നല്ലാതെ ഏത് വാഴപ്പഴത്തിൽ എങ്ങനെയാണ് വാഴപ്പഴത്തിൽ നാരുണ്ടാവുക? എന്തുകൊണ്ട് പുഴുങ്ങിയ പഴം നിന്നാൽ മലബന്ധം ഉണ്ടാവും? ആർക്കാണ് പുഴുങ്ങിയ പഴം കൊടുക്കേണ്ടത്? ഏത് കുട്ടിക്കാണ് പുഴുങ്ങിയ ആപ്പിൾ കൊടുക്കേണ്ടത്? വയറിളക്കം വന്ന കുട്ടിക്ക്. കാരണം അതിൽ പൊതുവേ നാരില്ല. വയറിളക്കം വന്ന കുട്ടിക്ക് പുഴുങ്ങിയ ആപ്പിൾ കൊടുത്താൽ
നല്ല മലബന്ധം ഉണ്ടാവും, അതോടെ വയറിളക്കം മാറും. ഇതൊരു തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. ഏത് കുട്ടിക്കാ പുഴുങ്ങിയ പഴം കൊടുക്കേണ്ടത്? വയറിളക്കമുള്ള കുട്ടിക്ക്. അല്ലെങ്കിൽ പുഴുങ്ങുമ്പോൾ നാര് മുഴുവൻ പോകും. ഇത് തിരിച്ചറിവിന്റെ പ്രശ്നം തന്നെയാണ്. വാഴപ്പോളയിൽ നാര് കുറയുകയും ആ നാര് കുറഞ്ഞതിൽ സ്റ്റെമ്പോറർ വരികയും ചെയ്തപ്പോൾ സ്റ്റെമ്പോററിനെ നേടാൻ, തടിയുരപ്പൻ വാഴ പുഴുവിനെ രക്ഷപ്പെടാൻ നാം കണ്ടുപിടിച്ച വിദ്യ അത്രയും പുരടാൻ ഇടുക എന്നതാണ്. ദാറ്റ് വാസ് എ മെക്കാനിക്കൽ സൊല്യൂഷൻ. പ്രശ്നം ബയോളജിക്കലാണ്. നമ്മുടെ കൃഷി വകുപ്പ് ചെയ്യുന്നത് ആരോഗ്യശാസ്ത്രത്തിനെതിരായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർമാരും വാങ്ങിക്കൊടുക്കുന്ന നേന്ത്രപ്പഴം